വെടിനിർത്തൽ കരാർ അംഗീകരിച്ച് ഇസ്രയേലും ഹമാസും 15 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിക്കുമെന്ന ശുഭസൂചന. 6 ആഴ്ചത്തെ വെടിനിർത്തലിന് ധാരണയായി എന്നാണ് റിപ്പോർട്ടുകൾ. ഞായറാഴ്ച മുതൽ വെടിനിർത്തൽ പ്രാവർത്തികമാകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ താനി. ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായുള്ള വിവരം പുറത്തു വരുമ്പോൾ 15 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിന്റെ അന്ത്യമെന്ന ശുഭസൂചനയാണ് ലഭിക്കുന്നത്. ഇതോടെ 6 ആഴ്ചത്തെ വെടിനിർത്തലിനാണ് ധാരണയായത്. ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും മോചനത്തിനും ധാരണയായിട്ടുണ്ടെന്നാണ് വിവരം. 94 ഇസ്രായേൽ തടവുകാരെ ഹമാസ് മോചിപ്പിക്കും. 1000 പാലസ്തീൻ തടവുകാരെയായിരിക്കും ഇസ്രായേൽ കൈമാറുക. ഖത്തറും അമേരിക്കയും ഈജിപ്തും മധ്യസ്ഥ വഹിച്ച ചർച്ചകളിൽ 6 ആഴ്ചത്തെ പ്രാരംഭ വെടിനിർത്തലിൽ ഇസ്രായേൽ സേനയുടെ ഘട്ടം ഘട്ടമായുള്ള പിൻവലിക്കൽ, ഹമാസും ഇസ്രായേലും തടവിലാക്കിയ ബന്ദികളുടെ മോചനം എന്നിവയാണ് കരാറിൽ ഉൾപ്പെടുന്നത്. കരാർ സംബന്ധിച്ച് യുഎസും ഖത്തറും ഈജിപ്തും ഉടൻ സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കും. കരാർ പ്രകാരം ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഇസ്രായേലിന്റെ സൈനിക പിന്മാറ്റം. ഹമാസിന്റെ പിടിയിലുള്ള 33 ബന്ദികളുടെ മോചനമാണ് ആദ്യഘട്ടമെന്ന് പ്രസ്തുത കരാറിലേക്ക് ഉദ്ധരിച്ച് ഇസ്രായേൽ വക്താക്കൾ അറിയിച്ചു. സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നീ വിഭാഗങ്ങൾക്കായിരിക്കും മുൻഗണന. കരാർ പ്രാബല്യത്തിൽ വന്ന് 16 ദിവസം രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കും. അവശേഷിക്കുന്ന ബന്ദികളുടെ മോചനവും കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള നടപടികളും ഈ ഘട്ടത്തിലാണ് ഉണ്ടാവുക. കരാർ പ്രകാരം സെൻട്രൽ ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുമെന്നാണ് സൂചന. ഇന്റർനാഷണൽ ന്യൂസ് മലയാളം.